എന്താ മാമേട്ട പറ്റിയേ? എടോ, പോയ കാറിലല്ല കണ്ണൻ തിരിച്ചു വന്നത്. ഇടയ്ക്ക് വെച്ച് അവന്റെ കാറ് കേടായി. ആ സമയത്ത് കാലക്കേടിന് മേഘൻ അവിടെ എത്തി. എന്നിട്ട് അവൻ വന്ന കാറിൽ കണ്ണനെ കയറ്റി വിട്ടിട്ട് കേടായ കാറ് നന്നാക്കി അത് ഓടിച്ചത് മേഘനാടോ. അയ്യോ, തന്റെ ലോറി പാഞ്ഞു വന്ന് കയറിയപ്പോ കാറിനകത്ത് എന്റെ മോനായിരുന്നുള്ളൂ. ഇത് വല്ലാത്തൊരു വിധിയായി പോയല്ലോ മാമേട്ട. അയാൾക്ക് ആയുസ് ഒരുപാടുണ്ടെന്നാ തോന്നുന്നത്. അയാള് ഭാഗ്യവാനാ. ഭാഗ്യം അയാൾക്കല്ല, മോടെ ചേച്ചിക്കാ. അവള് മുകളിലത്തെ വരാന്തയെ കാത്തിരിക്കുകയായിരുന്നു. കണ്ണൻ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ്. അവസാനം അവൻ വന്നു. ഒന്നും അറിയാത്ത എന്റെ കുഞ്ഞ് ഐസൂലുമായി. ഇവിടെ അടുത്ത് നിന്നില്ലേ എന്റെ ഭാര്യ. അവക്ക് നല്ല സംശയമുണ്ട്. ഇനിയിപ്പോ നിങ്ങൾ ഐസൂന്ന് ഇറങ്ങി വരുമ്പോ എന്തെങ്കിലും ചോദിക്കുമെന്ന് വിചാരിച്ചിട്ടാ അവളെ നാരങ്ങാവെള്ളം കുടിക്കാൻ പറഞ്ഞു വിട്ടത്. അവക്ക് വെള്ളം ദാഹം ഉണ്ടായത് ഭാഗ്യം. കാലിന് പോലും അവന് വേണ്ടല്ലോ മാമേട്ട. വേണമായിരുന്നെങ്കിലേ അന്ന് അവന്റെ അച്ഛന് കൂട്ടായിട്ട് അവനും പോകുമായിരുന്നില്ലേ. ഇപ്പൊ ആയുസ് തികയാതെ മരിച്ച അവന്റെ അച്ഛന്റെ ആത്മാവ് അവനോടൊപ്പം ഉണ്ട്. ആ ആത്മാവും പിന്നെ മഹാലക്ഷ്മിയുടെ പ്രാർത്ഥനയുമാ ഈ അപകടത്തിന്റെ ഗതി തിരിച്ചുവിട്ടത്. അപ്പോ ഇത് പറയാനായിരിക്കോ ഇന്നലെ ലക്ഷ്മി എന്നെ വിളിച്ചത്? അതൊന്നും എനിക്കറിയില്ല മോളെ. മരണത്തിൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് കിടക്കുക എന്റെ മേഘൻ. എന്നിട്ടും അപകടനില തരണം ചെയ്തോന്നൊന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ല. മാമേട്ടന്റെ കെട്ടുകൾ വരുന്നുണ്ട്. കേറി കണ്ടോ മേഘനെ? കണ്ടു. കണ്ണിന് പറ്റേണ്ട പറ്റ എന്റെ കുഞ്ഞിന് പറ്റിയിരിക്കുന്നു. അല്ലെങ്കിൽ അവൻ സഞ്ചരിക്കേണ്ട കാറ് എന്റെ മോനെ കൈമാറുമായിരുന്നോ? അത് തന്നെ ഞങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്മിയും കണ്ണേട്ടനും ഇങ്ങോട്ട് വന്നായിരുന്നോ? ഇല്ല, അവരൊന്നും വന്നില്ല. ഇന്നലെ രാത്രി തന്നെ കണ്ണനെ വിളിച്ച് വിവരം പറഞ്ഞിരുന്നു. അവന് പിന്നെ അന്നത്തെ അപകടത്തിന് ശേഷം ഹോസ്പിറ്റലിൽ വരുന്നൊന്നും ഇഷ്ടമല്ല. അത് വരാതിരിക്കാനുള്ള അടവാ. അടവാണെങ്കിലും അല്ലെങ്കിലും മേഘന ഈ ഗതി വന്നല്ലോ മോളെ. കരയാതിരിക്കുക. നീ ഇപ്പൊ ഞങ്ങളോട് നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. മേഘന ഐശ്വര്യല്ലേ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഞങ്ങൾ പോയിട്ട് വരാം മോളെ. ശരി അമ്മായി, പോയിട്ട് വരാം. അയാള് ഗുരുതരാവസ്ഥയില് ICU കിടക്കുന്നത് കണ്ടിട്ട് ഉണ്ണേന്റെ അടുത്തോട്ട് പോവാനിരുന്നതാ ഞാന്. ഇതിപ്പോ ഉള്ള സന്തോഷം കൂടി പോയി കിട്ടി. എന്താ മോളെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ കരുതാണോ? മുത്തശ്ശി പറയുന്നൊക്കെ ശരിയാ. ആ അയ്യപ്പ വിഗ്രഹം അവളുടെ കയ്യിൽ ഉള്ളിടത്തോളം കാലം അവക്കൊന്നും സംഭവിക്കില്ല. മോൾ അത് എടുത്ത് കളഞ്ഞാണല്ലോ, എന്നിട്ടത് തിരിച്ചു വന്നില്ലേ? അതാ ഞാനും ആലോചിക്കുന്നേ. ഇനി ആ വിഗ്രഹത്തിന് ജീവനുണ്ടോ അച്ഛാ? അവള് പ്രാർത്ഥിച്ച് ചിലപ്പോ അതിന് ജീവൻ വെച്ച് കാണും മോളെ. അമ്മ അങ്ങനെ തന്നെയാ പറയുന്നേ. എനിക്കാണെങ്കി അതുകൊണ്ട് അമ്പലത്തിൽ പോകാനും തോന്നുന്നില്ല. അത് പാടില്ല മോളെ. മോളും അവളെ പോലെ തന്നെ അമ്പലത്തിൽ പോണം. ദൈവങ്ങളെ കൂട്ടുപിടിച്ചാലേ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ബലം ഉണ്ടാവൂ. ഇനിയിപ്പോ ഇത് കേസായി കഴിഞ്ഞാ അച്ഛന്റെ നേരെ അന്വേഷണം വരുമോ? മോളെ മേഘനാണ് ഇപ്പൊ ആക്സിഡന്റ് പറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് കേസും വഴക്കും ഒക്കെ വന്നാലും അവന്റെ അച്ഛൻ അതെങ്ങനെയെങ്കിലും പരിഹരിച്ചേ പറ്റൂ. അല്ലെങ്കിൽ അയാൾക്ക് പെങ്ങളുടെ കുടുംബത്തിൽ കയറാൻ പറ്റില്ല. മോള് വാ. അച്ഛാ, എന്തായാലും തല താഴ്ത്തി ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടിലോട്ടില്ല. എന്നെങ്കിലും ഞാൻ ഇങ്ങോട്ട് പോവാണെങ്കിലേ അത് തല ഉയർത്തിപ്പിടിച്ച് തന്നെ ആയിരിക്കണം. ഇനിയിപ്പോ പെട്ടെന്ന് കണ്ണനെ ഒന്നും ചെയ്യാൻ പറ്റില്ല.
അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എല്ലാരും സംശയിക്കും. അല്ലെങ്കിലും അതൊന്നും വേണ്ട. ഇനി അയാളെ കൊല്ലാൻ നോക്കിയിട്ട് അതിനകത്ത് പെട്ടുപോകുന്നത് അച്ഛനാണെങ്കിലോ? അവള് പ്രാർത്ഥിച്ച ആൾമാറാട്ടം നടത്തുകയല്ലേ. അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അച്ഛൻ കേറ്. കണ്ണേട്ടാ, അവര് രാവിലെ അമ്പലത്തിൽ പോയതാ. അവര് ഈ സംഭവം അറിഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. മഞ്ജുന് ഷോക്കായിരിക്കുമെന്ന് കരുതി ഒരുപക്ഷെ മാമനും മാമിയെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവില്ല. ഇനിയിപ്പോ പറയണ്ടേ? ഉറപ്പായിട്ടും പറയണം. ഞങ്ങള് രാവിലെ ഒന്ന് അമ്പലത്തിൽ പോയതാ. ഒരു പെങ്കൊച്ച് ഇവിടേക്ക് കയറി വരുന്നതിന് മുമ്പ് തന്നെ പിണങ്ങിപ്പോയില്ലേ? അത് മനസ്സ് മാറി തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതാ. നിങ്ങളിപ്പോ സംഭവം എന്ന് പറഞ്ഞില്ലേ? അത് പിന്നെ മേഘനൊരു ആക്സിഡന്റ് ഉണ്ടായി. ആക്സിഡന്റോ? നീ ഇങ്ങനെ അപ്സെറ്റ് ആവുമെന്ന് കരുതിയാ നിന്നോടും അമ്മയോടും പറയാതിരുന്നത്. സത്യം പറഞ്ഞാൽ ഞാനാ ആ ആക്സിഡന്റിൽ പെടേണ്ടിയിരുന്നേ. ഇന്നലെ എൻ്റെ കാർ കേടായിട്ട് മേഘൻ നിന്ന കാറിലാണ് ഞാനിങ്ങോട്ട് വന്നത്. എൻ്റെ കാർ എടുത്തോണ്ടാ അവൻ പോയത്. അതിനിടയിൽ അവൻ ഓടിച്ച എൻ്റെ കാറിൻ്റെ പിന്നിൽ ഒരു ലോറി വന്ന് തട്ടി. നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ആർക്കും നല്ലതൊന്നും സംഭവിച്ചിട്ടില്ല. ആർക്കും ഒരു മനസ്സമാധാനം ഉണ്ടായിട്ടില്ല. ഇയാളാണോ ആക്സിഡന്റ് ഉണ്ടാക്കിയത്? അങ്ങനെയൊന്നും പറയണ്ട കണ്ണാ. മോള് പറഞ്ഞത് സത്യമല്ലേ? മേഘന് അപകടം ഉണ്ടായത് മാത്രമല്ലല്ലോ, കരുണമോളും പിണങ്ങിപ്പോയില്ലേ? അതൊക്കെ ഇവൾക്ക് സന്തോഷമാ. അനിയത്തിയുടെ ദാസിയാവാൻ വേണ്ടിട്ടാ ചേച്ചിയെ അവളുടെ അച്ഛനും മുത്തശ്ശിയും കൂടി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. എന്നിട്ടിപ്പോ ഇവളുടെ അനിയത്തിയുടെ ജീവിതം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക. എന്റെ കുഞ്ഞ് സ്വർണ്ണക്കടയിൽ പോയി ഒരു നെക്ലസ് എടുത്തപ്പോ അതിന് നിന്റെ ജോലിക്കാര് സമ്മതിച്ചില്ല. ആ സമയത്ത് നീ അവരെ വിലക്കി. എന്നിട്ട് പിന്നെ എന്തിനാ ഇവളുടെ ശുപാർശ പ്രകാരം നീ ഒരു നെക്ലസ് വാങ്ങി ഉണ്ണിയുടെ കയ്യിൽ കൊടുത്തു വിട്ടത്? വേറെ എന്തിനാ? കരുണേടത്തിയുടെ മുമ്പിൽ ഉണ്ണിയേട്ടനെ കൊച്ചാക്കാൻ വേണ്ടി തന്നെയാ ഇവൾ അങ്ങനെ ചെയ്തത്. ഇയാൾ അറിയാത്ത കേൾക്കാത്ത കാര്യങ്ങള് നിങ്ങൾ സംസാരിക്കരുത്. ഒന്നും അല്ലടാ, എല്ലാം ഞങ്ങൾക്കറിയാം. നീ പറഞ്ഞില്ലേ നിനക്കുണ്ടായ അപകടമാണ് വഴിമാറി പോയതെന്ന്. അതിന് ഞാൻ നന്ദി പറയുക. പക്ഷേ ദേ, ഇവള് കൂടെ ഉണ്ടെങ്കിൽ അപകടം കയ്യും കാലും വെച്ച് നിന്റെ അടുത്തേക്ക് തന്നെ നടന്നു വരൂടാ. ജനിച്ചപ്പോഴേ അച്ഛനെ കൊന്നതാ, അത് നീ മറക്കണ്ട. മോളെ, എന്താ നീ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? വാ, നമുക്ക് പോയി മേഘനെ കണ്ടിട്ട് വരാം. മേഘേട്ടന് സീരിയസ് ആണെന്ന് അറിയില്ലല്ലോ അമ്മ. കുറച്ച് സീരിയസ് ആണെന്ന് കേട്ടത്.
പോയി അവനെ കാണാനുള്ള ശക്തി എനിക്കില്ല. ഒരപകടം അത്രത്തോളം എന്റെ മനസ്സിനെ തളർത്തിയതാ. അതുകൊണ്ടാണ് ഞാൻ പോകത്തെ. ആയിക്കോട്ടെ, നീ വാ മോളെ, വാ. ഇവിടെ ഇപ്പൊ ആർക്കെന്ത് സംഭവിച്ചാലും അതിനൊക്കെ പഴിചാരാൻ ഒരാളുണ്ട്. ഇപ്പൊ കരുണ പിണങ്ങിപ്പോയതും മേഘൻ ആക്സിഡന്റ് ഉണ്ടായതും ഒക്കെ താൻ കാരണമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക എന്റെ അമ്മയും പെങ്ങളും ഒക്കെ. അതിനി മറ്റു പലരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. ആ സമയത്ത് വെറുതെ കരഞ്ഞുകൊണ്ട് നിന്നിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇനി പഴയതുപോലെ നമ്മൾ ചെയ്യാത്തൊരു കുറ്റത്തിന് നമ്മളെ ആരെങ്കിലും വിമർശിച്ചാൽ തന്റെ കണ്ണു നനയും പാടില്ലാന്ന്. അമ്മ എങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് ആ ചേട്ടന് വേണ്ടി നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. അമ്പലത്തിൽ പോയി ഒരു കാര്യം ചെയ്യാം, ഓഫീസിലെത്തിയിട്ട് സാറിനെയും കൂട്ടി പൊയ്ക്കോ. അമ്പലം അടയ്ക്കാൻ 10:10 ആവില്ലേ? ആ ആകും. എന്നാ പിന്നെ ഞാൻ പോയി പെട്ടെന്ന് റെഡി ആവട്ടെ. എന്തായടാ? ഞാനേ അമ്പലത്തിൽ പോയി ഗണപതിക്ക് ഒരു തേങ്ങ ഉടയ്ക്കാനിരിക്കുകയായിരുന്നു. നിങ്ങളുടെ വിളി വന്നിട്ട് പോകാമെന്ന് കരുതി. ഇവിടുന്ന് പോയ സന്തോഷം രണ്ടാളുടെ മുഖത്തില്ലല്ലോ. എന്തു പറ്റിയടാ? ചോദിക്കിങ്ങോട്ട് എന്തു പറ്റിയെന്ന്. എന്താടാ? ഒന്നും പറയണ്ടമ്മേ. ലോറി കാറിൽ തട്ടുന്ന സമയത്ത് കാറിനകത്ത് കണ്ണനില്ലായിരുന്നു. പിന്നെ ഐസിയു കിടക്കുന്നത് ആരാടാ? അത് വാമേട്ടന്റെ മോനാ, മേഘനാഥൻ. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? അയാൾക്ക് ആയുസ് ഒരുപാട് മുത്തശ്ശി. എന്നുവെച്ചാ മുത്തശ്ശി പറഞ്ഞതുപോലെ ആ അയ്യപ്പ വിഗ്രഹം അവള് കയ്യിൽ വച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നും നടക്കില്ല. അത് ദിവ്യ ശക്തിയുള്ള അയ്യപ്പ വിഗ്രഹം തന്നെയാ. ഞാൻ പറഞ്ഞില്ലേ മോളെ, അവളുടെ ശക്തി അയ്യപ്പ ഭഗവാനാന്ന്. മീൻപിടുത്തക്കാര് വലയെറിയാനായിട്ടേ കായലിലും കടലിലും ഒക്കെ പോകുമ്പോഴാണ് അവരുടെ വലയിൽ ചില വിഗ്രഹങ്ങളൊക്കെ കുടുങ്ങുന്നത്. അങ്ങനെയുള്ള വിഗ്രഹങ്ങളുണ്ടല്ലോ പല ക്ഷേത്രങ്ങളിലും ഉണ്ട്. അതിനൊക്കെ ഭയങ്കര ശക്തിയാ. അതുപോലെ അവൾക്ക് വഴിയരികിൽ കിടന്ന് കിട്ടിയതാ അയ്യപ്പ വിഗ്രഹം. അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സാധാ വിഗ്രഹം പോലെയല്ല. അവള് പോലും അറിയാതെ അവളുടെ കയ്യിൽ വന്ന ആ അയ്യപ്പ വിഗ്രഹമാ അവളുടെ സകല നേട്ടങ്ങൾക്കും കാരണം. എന്തൊക്കെ പറഞ്ഞാലും ശരി, ലക്ഷ്മിയുടെ കണ്ണീര് കണ്ടുകൊണ്ട് കമലേശ്വരത്തേക്ക് കയറി ചെല്ലാന്നുള്ള ആഗ്രഹം വെറും കിനാവായി പോയി മുത്തശ്ശി. അച്ഛനും ഉണ്ണിയേട്ടന്റെ അമ്മാവനും കൂടിയാ എല്ലാം പ്ലാൻ ചെയ്തത്. എന്നിട്ട് അവസാനം ആ കെണിയിലും മേഘേട്ടൻ തന്നെ വീണു. എടാ പ്രതാപ്, ഇത് വല്ലാത്തൊരു സംഭവമായി പോയല്ലോടാ. അതെ അമ്മേ, ഞാൻ പറഞ്ഞില്ലേ അവന്റെ ആയുസിന് നല്ല നീളവാ. അച്ഛനെ വിളിച്ച ദൈവങ്ങള് അവനെ അത്ര പെട്ടെന്ന് വിളിക്കില്ലെന്നാ തോന്നുന്നേ. അങ്ങനെ വിളിക്കണമെങ്കിലേ മഹാലക്ഷ്മി പ്രാർത്ഥിക്കുന്ന ആ അയ്യപ്പ വിഗ്രഹം അവളുടെ കയ്യിൽ നിന്നും പോകണം. എങ്ങനെ പോരാ? കൊച്ചുമോളെ കൊണ്ടുപോയി ആറ്റിലെറിഞ്ഞില്ലേ? എന്നിട്ടത് നീന്തി കരക്കെടുത്തില്ലേ? അവളുടെ കയ്യിലെത്തില്ലേ? എന്തൊക്കെയാ നടക്കുന്നത് എനിക്ക് അറിയത്തില്ല അമ്മേ. നമ്മുടെ സന്തോഷത്തിന് ഒരു രാത്രിയുടെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി എന്റെ കുഞ്ഞിനെ എങ്ങനെ കമലേശ്വരത്തേക്ക് പറഞ്ഞു വിടുന്നു എനിക്ക് അറിയില്ലമ്മേ.
ദേവി, അപകടത്തിൽപ്പെട്ട് അവശനിലയിൽ കഴിയുന്ന മേഘേട്ടന് ആയുരാരോഗ്യ സൗഖ്യം നൽകണേ അമ്മേ മഹാമായേ. ഇവളുടെ മനസ്സ് കവരാൻ ഞാനും ദൈവത്തിന്റെ കൂട്ടുപിടിച്ചേ പറ്റൂ. അമ്മേ, ദേവി, പാവം എന്റെ ദേവി, സാഗറിന് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുക്കണേ, മനസമാധാനവും കൊടുക്കണേ. അമ്മേ, മഹാമായേ, എന്റെ സങ്കടങ്ങൾ തീർത്തു തരണേ. കണ്ണൊക്കെ നിറഞ്ഞല്ലോ. കുറെ നാളായിട്ട് അമ്പലത്തിലൊന്നും കയറാതെ നടക്കുമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഞാൻ സ്നേഹിച്ചൊരു പെൺകുട്ടിയെ പറ്റി. അവൾ പോയതിനു ശേഷം ദൈവത്തിൽ നിന്ന് അകന്ന് നടക്കുവാ ഞാൻ. ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്ന് ദേവിയെ കണ്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. ഞാനും പ്രാർത്ഥിച്ചു സാഗറിന് വേണ്ടി. സാഗറിന് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കണേന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. നന്നായി, അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. മേഘനാഥൻ ചതയൻ നക്ഷത്രം അർച്ചന ഉണ്ടായിരുന്നല്ലോ. ലക്ഷ്മി തിരുവോണം. അയ്യോ, ഞാൻ അർച്ചന പറഞ്ഞില്ലല്ലോ തിരുമേനി. ഞാനാ പറഞ്ഞത്. ഞാനൊരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ആ പെൺകുട്ടിയുടെ പേരും ലക്ഷ്മി എന്നാ. തിരുവോണമാണോ ആ കുട്ടിയുടെ നക്ഷത്രം? ആ, അതെ. ദേവി, അത്ഭുതമായിരിക്കുന്നല്ലോ സാഗറെ. എന്റെ നക്ഷത്രം തിരുവോണ. ഇതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല ചേച്ചി. എന്റെ ലക്ഷ്മി പോയതിൽ പിന്നെ എന്റെ മനസ്സ് നേരെയായിട്ടില്ല. ഇപ്പോഴാ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായിട്ട് വരുന്നത്, പ്രത്യേകിച്ച് ചേച്ചിയെ പരിചയപ്പെട്ട ശേഷം. ജന്മത്തിൽ അടുപ്പമുണ്ടായവരാണ് ഈ ജന്മത്തിൽ കണ്ടുമുട്ടുന്നതെന്ന് പറയാറുണ്ട്. അങ്ങനെയെങ്കിൽ ചേച്ചിയുമായിട്ട് കഴിഞ്ഞ ജന്മത്തിൽ എനിക്ക് എന്തെങ്കിലും ഒരു അടുപ്പം ഉണ്ടായിരുന്നിരിക്കണം. അത് ശരിയാ. സത്യം പറഞ്ഞ സാഗർ ഓഫീസിൽ വന്നത് എനിക്ക് വലിയ ആശ്വാസമായെന്ന് വേണം പറയാൻ. എന്നുവെച്ചാ സാഗറിനൊപ്പം യാത്ര ചെയ്യുമ്പോൾ സമയം പോകുന്നതേ അറിയില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോണ്ടിരിക്കാമല്ലോ. ചേച്ചിയോട് സംസാരിക്കാൻ നല്ല രസമാണ്.